നിങ്ങളൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണോ? നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ? അതോ നിങ്ങളൊരു ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ റെസിപ്പി. ഞാനിവിടെ 1/2 കപ്പോളം റാഗി തലേന്ന് രാത്രി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അതായത് ഒരു മിനിമം 8 മണിക്കൂറെങ്കിലും നമുക്ക് ഈ റാഗി ഒന്ന് സോക്ക് ചെയ്ത് കിട്ടണം. അതിനുശേഷം ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്ക് ഈ റാഗി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ച റാഗി നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റി നന്നായിട്ട് അതൊന്ന് അരിച്ച് അതിൻ്റെ പാലെടുക്കാം. അതിനുശേഷം ഒരു പിടിയോളം തേങ്ങ ചിരണ്ടിയതും ഒരു ചെറിയ കഷ്ണം ശർക്കര ചീവിയതോടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരത്തിനായിട്ടാണ് ഞാനിവിടെ ശർക്കര യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേനാണെങ്കിലും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്കിതങ്ങ് സ്കിപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ. അത്യാവശ്യം നല്ല വേവ് റാഗിക്കുണ്ട്, അതുകൊണ്ട് ചെറിയ തീയിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്കിത് കൈ എടുക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തീയങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ കൂടുതലായിട്ട് ഈ ഡയറ്റ് കൺട്രോൾ വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നത് ഈ റാഗി യൂസ് ചെയ്തിട്ടാണെങ്കിലും ഓട്സ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന സ്മൂത്തീസാണ്. പക്ഷേ ഈ സ്മൂത്തീസൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇത് ലിക്വിഡ് ഫോമിലാണല്ലോ. പക്ഷേ ഇതേപോലെ കുറുക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിശക്കത്തില്ല. അതുപോലെ തന്നെ ഭയങ്കര ഹെൽത്തിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്